നമുക്കിന്ന് മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കാമേ. അതിന് വേണ്ടിയിട്ട് 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അധികം പഴുത്തിട്ടില്ല, എന്നാലും പഴുത്തിട്ടുണ്ട്. ആ ഒരു പരുവത്തിലുള്ള മാങ്ങയാണ് കേട്ടോ. അതൊന്ന് പാത്രത്തിലേക്ക് ഇടുന്നുണ്ട്. അതിനുശേഷം ഒരു 5-6 പച്ചമുളക് ഇടുന്നുണ്ട്. എരിവിനനുസരിച്ച് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് ഒരു 1.5 കപ്പ് വെള്ളം ചേർത്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഈ വേവുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. ഈ അരപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ, ജീരകം, കുറച്ച് കറിവേപ്പില, മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി ഇത്രേ എടുക്കുന്നുള്ളൂ. അതിൻ്റെ കൂടെ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ മാങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഒരു പീസ് ശർക്കര ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്ക് അരച്ച് അരപ്പിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത്, ഞാൻ അധികം അങ്ങോട്ട് വെള്ളം ചേർക്കുന്നില്ല കേട്ടോ. എന്നിട്ട് നമ്മളിപ്പോഴാണ് ശർക്കര ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നന്നായിട്ട് തിളച്ച് അരപ്പൊക്കെ ഒന്ന് വെന്ത് കഴിഞ്ഞ് ഇറക്കി വെച്ചതിന് ശേഷം നമുക്ക് തൈര് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ആസ് യൂഷ്വൽ കടുക് പൊട്ടിക്കുക, വറ്റൽമുളക് ഇടുക, കറിവേപ്പില ഇടുക, ഇതിനകത്ത് ഒഴിക്കുക. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ.